ഭാര്യ ഉണ്ടാവുക, കുഞ്ഞുണ്ടാവുക, അതൊക്കെ നമ്മുടെ മനസ്സിൽ സ്നേഹത്തിന്റെ വിത്ത് മുളപ്പിക്കുമെന്ന് എവിടെയോ വായിച്ചിട്ടുണ്ട്. ഈ വർഷം അലൻ ജോസ് പെരേരനെ കല്യാണം കഴിക്കുന്ന പെണ്ണുങ്ങൾക്ക് ഒരു ഓഫർ. നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങളുടെ വീട്ടിൽ വന്ന് നിൽക്കാൻ തയ്യാറാണ്. ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ പട്ടവും പറപ്പിച്ച് നടക്കുന്ന നിന്നെ വിശ്വസിക്കും. അറിയാവുന്ന ഒരാളെങ്കിലും പെണ്ണ് തരും. അല്ല, സിനിമ അഭിനയുണ്ട്. എന്നാലും നല്ലോണം കാശുള്ള വീട്ടിൽ നിന്ന് പെണ്ണ് കെട്ടി നല്ല സുഖമായിട്ട് ജീവിക്കണം. ഇതാണ് ഭാവി പരിപാടിയായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. കല്യാണക്കാരി എന്ന് പറയണ്ടേ? എനിക്കല്ല, കല്യാണക്കാരെ കൊല്ലം കുറെ കല്യാണക്കാരൻ പറയണ കല്യാണം നടക്കാണെങ്കിൽ പറയരുത്. കുറെ കാലമായല്ലോടാ ഞാനിത് കേൾക്കുന്നു. അതിന് നീ എന്തിനാ ബേജാറാണ്? നാളെ മുതൽ നമ്മൾ തുടങ്ങല്ലേ. ഈ വർഷത്തെ ഒരു ഓഫർ ഉണ്ട്. ഈ വർഷം ഇവനെ കല്യാണം കഴിക്കുന്ന പെണ്ണുങ്ങൾക്ക് അവരുടെ വീട്ടിൽ പോയി ഇവൻ നിൽക്കാൻ തയ്യാറാണ്. എങ്ങനെ അലൻ ജോസ് പെരേരനെ കല്യാണം കഴിക്കുന്ന പെണ്ണുങ്ങൾക്ക് ഒരു ഓഫർ. നിങ്ങളുടെ വീട്ടിൽ വന്ന് നിൽക്കാൻ തയ്യാറാണ്. വേറെ എവിടെ താമസിക്കുക? കുട്ടികളും എന്ത് രസമായിരിക്കും അല്ലേ? അത് മാത്രമല്ല, നിങ്ങളുടെ തുണി അലക്കും, പാത്രം കഴുകും. ഇനിയിപ്പോ അവിടെ ചെന്നാല് കാലത്തെല്ലാ തുണികൾ എടുത്തോണ്ട് ഞാൻ വാഷ് ചെയ്യും, ബെഡ് കാഫി തരും, പിന്നെ ലഞ്ച്, ഡിന്നർ. ഇപ്പൊ തല്ലിയെ പോലും ഞാൻ മറന്നിട്ട് അച്ഛനും മിണ്ടില്ല. നല്ല ഡിസ്കൗണ്ട് അല്ലേ? പേപ്പറിൽ ഉണ്ടാവും. നിനക്കോ വിവരമില്ല, കൂടെ നടക്കുന്നവനെങ്കിലും വിവരം വേണ്ടേ? കടയിൽ നിന്ന് സാധനം വാങ്ങണ പോലെ ഓഫർ കൊടുത്തിട്ടുണ്ട്. ഈ വർഷം മാത്രമേ ഉള്ളൂ കേട്ടോ. ജാതക പ്രകാരം ഈ വൃശ്ചികത്തിന് മുമ്പ് കല്യാണം നടന്നില്ലെങ്കിൽ പിന്നെ അത് 45 വയസ്സ് കഴിഞ്ഞേ നടക്കൂ. പക്ഷെ ഇവനെ കിട്ടാൻ പെണ്ണിനെ കിട്ടുമോ? അറിയാവുന്ന ഒരാളെങ്കിലും പെണ്ണ് തരുമോ? അപ്പൊ അത്തരത്തിലൊരെണ്ണത്തിന് എവിടെ നിന്ന് തപ്പും? നമുക്ക് പത്രത്തിലൊരു പരസ്യം കൊടുത്താലോ? ഡിമാൻഡ് കൂടും. കാര്യം ഒരുപാട് സിനിമ. അപ്പൊ ഈ വർഷം ഡിമാൻഡ് കുറവാണ്. നീ മിണ്ടരുത്. ഞങ്ങളുടെ കൂടെ നിന്നിട്ട് ഒരുമാതിരി മറ്റപ്പണി. ഇത് പച്ചരിയുടെ പ്രശ്നമാണ് മോനെ. പെണ്ണിനെ വീട്ടിൽ നിന്ന് ഇറക്കുമ്പോ അവരുടെ മാതാപിതാക്കൾക്ക് ഒരുപാട് അല്ല, അവർക്ക് വിഷമങ്ങളുണ്ടാവും. ഒരു പെണ്ണ് ആ വീട്ടിൽ പോണല്ലേ, ഇത് അവർക്ക് സന്തോഷമാണ്. ഈ പെൺകുട്ടി വാഷിംഗ് മെഷീൻ വാങ്ങി കൊടുത്താ പോരെ? തുണി ഇടാൻ ഒരാളാ, അപ്പൊ തുണി ഇടാൻ കൊണ്ടുവന്നില്ല. പിഴിയേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക് സിസ്റ്റം ഉണ്ട്, ഫുൾ സിസ്റ്റം ഉണ്ട്. വല്ല സ്വപ്നവും കണ്ടതായിരിക്കും മനുഷ്യനെ മെനക്കെടുത്താൻ. വിവരം വേണ്ടേ? ഏതായാലും ഈ വർഷം മാത്രമുള്ള ഈ ഓഫർ. കാര്യം അടുത്തോലെ പിടിച്ചാൽ കിട്ടില്ല, സൂപ്പർ സ്റ്റാർ ആവും. കാര്യം ഇതേ ഓരോന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് കിടന്നിട്ട് ഉണ്ടാക്കി വെക്കുന്ന സൂക്കേടാ. ഈ ഓഫർ ആരും മറക്കരുത്. ഈ വർഷം ഏത് പെൺകുട്ടികളാണെങ്കിൽ ആലോചനകളായിട്ട് വരിക. സൗന്ദര്യം വേണം. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, നിനക്ക് വേണ്ടി ഞാൻ സുസ്മിതാ സെന്നെ കൊണ്ടുവരാം. അല്ലെങ്കിൽ വേണ്ട, ഐശ്വര്യ റായ് മതിയോ? സൗന്ദര്യം ഉണ്ടാവുമല്ലോ നിങ്ങളുടെ. ചിലപ്പോ ഞാനൊരു സുന്ദരനായി പോയതുകൊണ്ടായിരിക്കും. ഇവനും വേണ്ട, ഇവനെ അങ്ങോട്ട് കെട്ടിച്ചാ മതി. ഒഴിവാക്കി തരൂ പ്ലീസ്. അടുത്ത കൊല്ലം ഇവൻ ഫേമസ് ആയി. കാര്യം ഈ വർഷം ഒരുപാട് പടങ്ങളിൽ ഇവൻ അഡ്വാൻസ് മേടിച്ച് കഴിഞ്ഞു. അടുത്ത വർഷം ഇതിന്റെ ഡിമാൻഡ് ആവും. അതുകൊണ്ടിട്ട് ഇപ്പോഴേ കൊടുക്കണേ പെൺകുട്ടികൾക്ക് ഓഫർ. വേണമെങ്കിൽ എന്താന്ന് വെച്ചാൽ നിങ്ങൾ കെട്ടണേ കെട്ടി. ഇപ്പൊ എന്താ പറയാ, ഓരോരുത്തന്മാര് ജീവിതത്തിൽ ആദ്യമായിട്ട് കിടക്കാൻ കട്ടിൽ വരെ വാങ്ങിക്കുന്നത് കെട്ടിക്കൊണ്ടുവരുന്ന പെണ്ണുങ്ങളുടെ കാശുകൊണ്ടാ. നമുക്കൊരു ആഗ്രഹം വെച്ചാൽ നമുക്ക് കല്യാണം നടത്തുന്ന മതി. ഈ നാട്ടിലുള്ള ഒരാളെ ഒഴിവാക്കണ്ട, എല്ലാവരെയും ക്ഷണിക്കണം. ആദ്യം കല്യാണം നടന്നാലല്ലേ റിസപ്ഷൻ നടക്കുള്ളൂ. നമുക്ക് ആദ്യം മൈക്ക് സെറ്റും പാട്ടും വേണം. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. അല്ല പിന്നെ എന്റെ മുഹൂർത്ത പ്ലാൻ പറഞ്ഞ് എന്റെ കട്ട പോക.